ഹലോ ക്രിക്കറ്റ്സ്. അങ്ങനെ നെതർലാൻഡ്സിനെ 17 റൺസിന് തോൽപ്പിച്ച് ഇന്ത്യ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായി സൂപ്പർ 8ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സൗത്ത് ആഫ്രിക്ക, സിംബാബ്വെ, വെസ്റ്റ് ഇൻഡീസ് എന്നിവരാണ് സൂപ്പർ 8ൽ ഇന്ത്യയുടെ എതിരാളികളായി വരുന്നത്. അതിൽ ആദ്യ മത്സരം സൗത്ത് ആഫ്രിക്കയുമായാണ്. ഞായറാഴ്ചയാണ് സൗത്ത് ആഫ്രിക്കയുമായുള്ള മത്സരം. അഹമ്മദാബാദിൽ ഇന്നലെ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഇന്ത്യ നിശ്ചിത 20 ഓവറിൽ 193-7 എന്ന നിലയിൽ മത്സരം അവസാനിപ്പിക്കുകയും മറുപടി ബാറ്റിങ്ങിൽ നെതർലാൻഡ്സ് 178-6 എന്ന നിലയിൽ ഇന്നിങ്സ് അവസാനിപ്പിക്കുകയായിരുന്നു. ബാറ്റിങ്ങിലും ബോളിങ്ങിലും ഒരുപോലെ തുടങ്ങിയ ശിവൻ ദുബെയാണ് ഇന്നലെ പ്ലെയർ ഓഫ് ദി മാച്ചായി തിരഞ്ഞെടുത്തത്. ശിവൻ ദുബെ 31 പന്തിൽ 6 സിക്സും 4 ഫോറും ഉൾപ്പെടെ 66 റൺസാണ് ഇന്നലെ അടിച്ചെടുത്തത്. അതുപോലെ തന്നെ ഇന്നലെ 3 ഓവർ എറിഞ്ഞ് 35 റൺസിന് വഴങ്ങി 2 വിക്കറ്റ് നേടാനാണ് അദ്ദേഹത്തിന് സാധിച്ചു. അപ്പോൾ അഹമ്മദാബാദിലെ ഇന്നലത്തെ മത്സരത്തിൻ്റെ മറ്റു വിശേഷങ്ങളൊക്കെ വരാം. നിങ്ങൾ ഈ ചാനൽ ഒന്ന് കാണുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നലത്തെ മത്സരത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കി വിശേഷം. അങ്ങനെ ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ബാറ്റിംഗ് ഓപ്പൺ ചെയ്ത് അഭിഷേകും ഇഷാനും കൂടിയായിരുന്നു. അഭിഷേക് 3-ാം തവണയും തുടർച്ചയായി 3-ാം തവണയും 0-ന് പുറത്താവുകയായിരുന്നു. ഹാട്രിക് ഡക്ക് ഫോർ അഭിഷേക് ശർമ്മ. പുള്ളിക്ക് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല. നല്ല ഫോം ഔട്ടിലാണ് അഭിഷേക് ശർമ്മ. അപ്പോൾ ഇനിയൊരു ഓപ്പണിംഗ് ചേഞ്ച് വരുമെന്നറിയില്ല. സഞ്ജു സാംസൺ ഒരു പക്ഷേ ഫോമിലേക്ക് ആയി വരണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഗണിച്ചാൽ നല്ലതായിരിക്കും. അങ്ങനെ പവർ പ്ലേയിൽ തന്നെ അഭിഷേകിനെയും ഇഷാൻ കിഷനെയും നെതർലാൻഡ്സ് ബൗളർ ആര്യൻ ദത്ത് പുറത്താക്കി ചെറിയൊരു പരിക്ക് ഇന്ത്യൻ ഇന്നിങ്സിനെ ഏൽപ്പിച്ചു. എന്നാൽ തിലക് വർമ്മയുടെയും സൂര്യകുമാർ യാദവിൻ്റെയും ഭേദപ്പെട്ട ഇന്നിങ്സുകൾ ഇന്ത്യക്ക് മികച്ച അടിത്തറ പാകി. ഏകദേശം പതിയായിരുന്നു ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ ഒരു സ്കോറിങ്. ഏകദേശം 10 ഓവറിൽ വിടും 80-90 റൺസ് നേടാൻ ഇന്ത്യൻ ഇന്നിങ്സ് സാധിച്ചുള്ളൂ. 12 ഓവറിലെങ്ങാണ്ട് ഇന്ത്യൻ സ്കോർ 100 കടന്നു. പിന്നെയാണ് ബാറ്റിംഗ് വെടിക്കെട്ടിന് അഹമ്മദാബാദ് സാക്ഷിയാകുന്നത്. 5-ാം വിക്കറ്റിൽ ഒതുങ്ങിയാണ് ശിവൻ ദുബെയും ഹാർദിക് പാണ്ഡ്യയും കൂടി 76 റൺസാണ് അവർ വെറും 31-35 ബോളിൽ അടിച്ചത്. ശിവൻ ദുബെ ഇന്നലെ 31 ബോളിൽ 6 സിക്സും 4 ഫോറും ഉൾപ്പെടെ 66 റൺസാണ് ഇന്നലെ അഹമ്മദാബാദിൽ ഇന്നലെ അടിച്ചത്. അപ്പോൾ തന്നെ ഹാർദിക് പാണ്ഡ്യ ഇന്നലെ പതിയായിട്ട് തുടങ്ങിയത്. അതായത് അത്ര വലിയൊരു അറ്റാക്കിങ് ഷോട്ടൊന്നും ഇല്ലായിരുന്നു. ആദ്യമേ തന്നെ പതുക്കെ കളിച്ച് പിന്നെ അങ്ങോട്ട്, അതായത് ഇന്നലെ ഒരു 6 പോലെ അദ്ദേഹം അടിച്ചില്ലേ, 3 ഫോർ അങ്ങോട്ട് അടിച്ചുള്ളൂ. അപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ ഒരു വളരെ റയറായ ഒരു ഇന്നിങ്സ് ആയിരുന്നു ഇന്നലെ അഹമ്മദാബാദിൽ കണ്ടത്. അങ്ങനെ ഇരുവരുടെ ഒരു ബാറ്റിംഗ് വെടിക്കെട്ടിന് മുകളിൽ ഇന്ത്യൻ ഇന്നിങ്സ് 193 അവസാനിക്കുകയായിരുന്നു. പിന്നെയുള്ള ഹാർദിക് പാണ്ഡ്യ ലാസ്റ്റ് ഓവർ ഔട്ടായെങ്കിലും പിന്നാലെ വന്ന റിങ്കു സിംഗ് നേരിട്ട് ആദ്യ പന്തിൽ തന്നെ സിക്സർ അടിച്ച് കളി ഒന്ന് ഓണാക്കി. കളി ഓണായിരുന്നു, എന്നാലും അവസാനത്തെ ഒരു ഫിനിഷിങ് ഗംഭീരമാക്കി കൊടുത്തു. അങ്ങനെ നെതർലാൻഡ്സിന് 193 എന്നൊരു ടാർഗറ്റ് ഇന്ത്യ വയ്ക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ ഇന്ത്യയുടെ 193 എന്ന സ്കോർ ചേസ് ഇറങ്ങിയ നെതർലാൻഡ്സ് എന്നാലും അത്യാവശ്യം ഒരു ഭേദപ്പെട്ട ഒരു സെൻസിബിൾ ഇന്നിങ്സാണ് ഇന്നലെ അഹമ്മദാബാദിൽ കളിച്ചത്. ഒരു പക്ഷേ ജയിക്കാനായെങ്കിലും നല്ലൊരു ബാറ്റിംഗ് പ്രകടനം, അല്ലെങ്കിൽ ഒരു ഭേദപ്പെട്ട ബാറ്റിംഗ് പ്രകടനം എന്ന രീതിയിൽ ഇന്നലെ നെതർലാൻഡ്സ് കളിച്ചു. അത് നല്ലൊരു കയ്യടി ഇറങ്ങിയിരിക്കുന്ന ഒന്ന് തന്നെയായിരുന്നു. ഓപ്പണിംഗ് ഇറങ്ങിയ മാക്സ് ഡോഡും അതുപോലെ ലെവിറ്റും ചേർന്ന് ചെറിയൊരു ഇന്നിങ്സ് കളിച്ചു. ഇരുവരും ആദ്യം പെട്ടെന്ന് തന്നെ പുറത്തായെങ്കിലും 3-ാം വിക്കറ്റിൽ ബാസ്ലിലീഡും കോളിൻ ആക്രമാനും കൂടി നെതർലാൻഡ്സിന് നല്ലൊരു അടിത്തറ ഭാഗം തന്നെയായിരുന്നു. 3-ാം വിക്കറ്റിൽ ഇരുവരും 49 റൺസിൻ്റെ പാർട്ണർഷിപ്പാണ് അടിച്ചെടുത്തത്. എന്നാൽ 13-ാം ഓവർ എറിയാവുന്ന വരുൺ ചക്രവർത്തി ഈ കോളിൻ ആക്രമാനും ആര്യൻ ദത്തിനും ബാക്ക് ടു ബാക്ക് വിക്കറ്റാക്കി നെതർലാൻഡ്സിനെ ഒന്ന് പ്രതിരോധത്തിലാക്കുകയാണ് ഉണ്ടായത്. ഇന്ത്യ മത്സരത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഒരുപക്ഷെ ജയത്തിലേക്കുള്ള ഒരു പോക്കായിരുന്നില്ല, നല്ലൊരു സെൻസിബിൾ ഇന്നിങ്സ് കളിച്ച് മുന്നേറാനാണ് നെതർലാൻഡ്സ് ശ്രമിച്ചത്. പിന്നെ പതുക്കെ വിക്കറ്റൊക്കെ പോയിരുന്നു. അങ്ങനെ 7-ാം വിക്കറ്റിൽ ഒത്തുചേർന്ന ഷാക്ലറ്റും ക്രോസ് എന്നീ 2 പേരും ഒരു 47 റൺസിൻ്റെ പാർട്ണർഷിപ്പ് ഇന്ത്യൻ സ്കോറിനോട് അടുത്തെത്തിക്കാനും സാധിച്ചു. അവസാന ഓവറിലൂടെ 6 ബോളിൽ 28 റൺസ് മാത്രമേ നെതർലാൻഡ്സിന് ജയിക്കാനുണ്ടായുള്ളൂ. അത് ഒരു വർഷം എടുക്കില്ല, അതവർക്ക് അറിയുകയും ചെയ്യും. എന്നാലും അവർ ആ ഒരു ഇവൻ ജയിച്ചില്ലെങ്കിലും ഞങ്ങളുടേതായ ഒരു ഇന്നിങ്സ്, ഞങ്ങൾക്ക് നല്ല പ്ലേയേഴ്സ് ഉണ്ട്, ഞങ്ങളുടേതായ നല്ലൊരു ഇന്നിങ്സ് എന്തായാലും കളിച്ചിരിക്കും. പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള 1-ാം നമ്പർ ടീമിനെതിരെ
നെതർലാൻഡ്സ് എന്നുള്ള കാഴ്ചത് നല്ലൊരു ബാറ്റിംഗ് പ്രകടനം തന്നെയായിരുന്നു. അപ്പോൾ അങ്ങനെ നെതർലാൻഡ്സ്, നമീബിയ, US ഒക്കെ ആ ഗ്രൂപ്പിൽ നിന്ന് പോയി. പാകിസ്ഥാനും ഇന്ത്യയാണ് സൂപ്പർ 8ലേക്ക് ക്വാളിഫൈ ചെയ്ത ഗ്രൂപ്പ് എയിലെ ടീമുകൾ. പാകിസ്ഥാൻ ഇന്നലെ നമീബിയെ തകർത്തു. നമീബിയെ തകർത്താണ് ഇന്നലെ പാകിസ്ഥാൻ ഗ്രൂപ്പ് 8ലേക്ക് കടന്നത്. അപ്പോൾ ഇന്ത്യയുടെ മത്സരങ്ങൾ ഇനി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയാണ്. സൗത്ത് ആഫ്രിക്കയ്ക്കും സിംബാബ്വേക്കും വെസ്റ്റ് ഇൻഡീസിനും എതിരെയാണ് ഒരു സൂപ്പർ 8ലെ മത്സരങ്ങൾ. അപ്പോൾ സൂപ്പർ 8ലും ഇന്ത്യ മികച്ച പ്രകടനം പുറത്തെടുക്കട്ടെ എന്ന് നമുക്ക് ആശ്വസിക്കാം. അഭിഷേക് ശർമ്മയുടെ ഫോമാണ് ഇന്ത്യൻ ടീമിനെ ആശങ്കയിലാഴ്ത്തുന്നത്. അഭിഷേക് ശർമ്മ വീണ്ടും ഫോമിലേക്ക് വരട്ടെ, അല്ലെങ്കിൽ ഓപ്പണറായി വീണ്ടും സഞ്ജു വരട്ടെ. സഞ്ജുവിന് നല്ല പ്രകടനങ്ങൾ കാഴ്ചവെക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത എപ്പിസോഡുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.